ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ നാളെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ കശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാക് സേനകൾ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. ഒരു സ്ത്രീയും കുട്ടിയുമടക്കം പൂഞ്ചിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഉറിയിൽ 2 വീടുകൾക്ക് തീപിടിച്ചു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ 44 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ 3 പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളവും സ്വന്തം വീട് തകരാത്തിടത്തോളവും ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് എന്ന് CPIM നേതാവ് M സ്വരാജ് പ്രതികരിച്ചിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിനെ തുടർന്നുണ്ടാകുന്ന യുദ്ധ ആഹ്വാനങ്ങൾക്കിടയിലാണ് സ്വരാജിന്റെ ഈ പോസ്റ്റ്. നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് എന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തതായി ഇപ്പോൾ വാർത്തയിൽ കാണുന്നതായി സ്വരാജ് ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരരെന്നും ഭീകര പ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്നും കുറിപ്പിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണമെന്നും കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടതെന്നും എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് എന്നും സ്വരാജ് പറയുന്നുണ്ട്. അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്തയെന്നും ഇത് ലോകത്തെ യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നുവെന്നും സ്വരാജ് പറയുന്നു. യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട്. ചാനലുകളിൽ യുദ്ധ പ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ടെന്നും സ്വരാജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധത്തിൽ വിജയികളില്ല എന്നതാണ് സത്യമെന്നതും ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരും സ്ത്രീകളും കുഞ്ഞുങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യരും കന്നുകാലികളും ഒന്നുമല്ല, പരിസ്ഥിതി തന്നെയും മുറിവേറ്റ് പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണെന്നും കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണെന്നും അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതാണ് എന്നും ഭീകരത ഇല്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പിറക്കട്ടെ എന്നും അദ്ദേഹം പറയുകയാണ്. സാഹിത്യകാരൻ M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിന്റെ ഭാഗം പങ്കുവച്ചായിരുന്നു സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഡൽഹി ഗാഥകളിൽ ശ്രീധരൻ ഉണ്ണി എന്ന കഥാപാത്രം യുദ്ധം തുടങ്ങി എന്നുള്ള വാർത്ത വായിച്ചാണ് ഹൃദയം തകർന്ന് മരിച്ചു പോകുന്നതെന്നും യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ സഹിക്കാൻ കഴിയാത്തതാണ് എന്നും നോവലിൽ പറയുന്നുണ്ട്. പശ്ചാത്തലം ഇന്ത്യ ചൈന യുദ്ധകാലമാണെങ്കിലും എല്ലാ യുദ്ധത്തിനുമെതിരായ സന്ദേശമാണ് ഡൽഹി ഗാഥകളിലൂടെ M മുകുന്ദൻ പങ്കുവെക്കുന്നത് എന്നും സ്വരാജ് പറയുകയാണ്.